പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 2 പേജ് നമ്പർ 22 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഇതിന് മുമ്പുള്ള പോർഷൻസ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ എക്സസൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോന്നിനെയും നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ 6⁻³ ഇങ്ങനെ എഴുതുന്നതിനെയാണ് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. 6⁻³ എന്ന് വെച്ചാൽ എന്താ? 6നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 6 × 6 അതിനെയാണ് നമ്മൾ 6⁻³ എന്ന് എഴുതിയത്. ഇവിടെ 6 എന്ന് പറയുന്നത് ബേസാണ്. 3 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്കിതിനെ പവർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ എങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 6 × 6 × 6 × 6 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 6⁻⁴ എന്ന് എഴുതാം. നമ്മൾ ഷോർട്ടായിട്ട് ഇതിനെ 6⁻⁴ എന്ന് പറയും കേട്ടോ. അടുത്തത് y × y. അപ്പോൾ എന്തെഴുതാം? y⁻², അല്ലെങ്കിൽ y⁻². അടുത്തത് എന്തെഴുതാം? b × b × b × b. അപ്പോൾ എന്തെഴുതാം? b 4 ടൈംസ് ഉണ്ട്, അപ്പോൾ b⁻⁴. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ 5 2 ടൈംസ് ഉണ്ടല്ലേ. അപ്പോൾ എന്തെഴുതാം? 5⁻² ഇൻറ്റു 7 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്, അപ്പോൾ 7⁻3. അടുത്തത് 2 ഇവിടെ 2 ടൈംസ് ആണ്, അപ്പോൾ 2⁻² ഇൻറ്റു a⁻². അടുത്തത് എങ്ങനെ എഴുതാം? a ഇവിടെ 3 ടൈംസ് ആണ്, അപ്പോൾ a⁻³ ഇൻറ്റു c 4 ടൈംസ് ഉണ്ട്, അപ്പോൾ c⁻⁴ ഇൻറ്റു d⁻1. d ഒന്നേ ഉള്ളൂ, അപ്പോൾ നമ്മൾ സാധാരണ പവർ എഴുതാറില്ല. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നതുകൊണ്ടാണ് ഞാൻ d⁻1 എന്ന് എഴുതിയത് കേട്ടോ. അടുത്തത്, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ദെയർ പ്രൈം ഫാക്ടേഴ്സ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോന്നിനെയും നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം 648. അപ്പോൾ 648നെ നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 2s are 6, 2 2s are 4, 4 2s are 8. Again 2, 3 2 1 time, 3 - 2 is 1. ഇവിടെ 12 ആകും. 6 2s are 12, 2 2s are 4. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 8 2s are 16, 1 × 2 2. ഇനി നമുക്ക് 2 കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഓഡ് നമ്പറായി. അടുത്തത് 3 കൊണ്ട് ചെയ്യുന്നു. 3 2s are 6, 8 - 6 is 2. അപ്പോൾ അടുത്തത് ഇവിടെ 21 ആയി. 7 3s are 21. Again 3, 9 3s are 27. Again 3 3s are 9, 3 1. അപ്പോൾ 648നെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 648നെ ചെയ്തപ്പോൾ 2 × 2 × 2 × 3 × 3 × 3 × 3 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം? 2 ഇവിടെ 3 ടൈംസ് ആണ്, അപ്പോൾ 2⁻³ ഇൻറ്റു 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്, അപ്പോൾ 3⁻⁴. ഇനി അടുത്തത് 405. 405നെ നമുക്ക് ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് 3 വെച്ചിട്ട് ചെയ്യാം. 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഇതിൻ്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. അപ്പോൾ 4 + 5 9. 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3 3s are 9 അല്ലേ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 4ൽ 1 ടൈം, 4 - 3 is 1. അപ്പോൾ ഇവിടെ 10 ആയി. 10ൽ 3 3 ടൈംസ്, 3 3s are 9. അപ്പോൾ 10 - 9 is 1. ഇവിടെ 15 ആയി. 5 3s are
15. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ 405നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് നിങ്ങളിവിടെ എഴുതുക കേട്ടോ. ഇനി വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 5 + 3 8, 8 + 1 9 കിട്ടി. 9 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 4 3s are 12. 13 - 12 is 1. അപ്പോൾ ഇവിടെ 15 ആയി. 5 3s are 15. എഗെയിൻ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 1 5. എഗെയിൻ 3 കൊണ്ട് ചെയ്യാം. 5 3s are 15. 5 1. അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തതിനെ 405നെ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3 × 3 × 3 × 3 × 5. 3 4 ടൈംസ് ഉണ്ടല്ലേ. അപ്പോൾ 3 raised to the power 4 × 5 raised to the power 1. ഈ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് 540. ഇനി നമ്മൾ 540യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ഈവൻ നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് ചെയ്യാം. 2 2s are 4. 5 - 4 is 1. ഇവിടെ 14 ആയി. 7 2s are 14. 0 അതുപോലെ എഴുതുന്നു. എഗെയിൻ 2 1 3 5. ഇനി നമുക്ക് പറ്റില്ല. ഇനി നമ്മൾ 2 കൊണ്ട് പറ്റില്ല. ഇനി അടുത്തത് 3 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 4 3s are 12. 13 - 12 is 1. 15. 5 3s are 15. Again 3 1. 5 3s are 15. Again 3. 5 3s are 15. 5 1. അപ്പോൾ നമുക്ക് മൂന്നാമത്തത് 540. 540യെ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 × 2 × 3 × 3 × 3 × 5 is equal to എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പം 2 raised to the power 2, 3 raised to the power 3 and 5 raised to the power 1. അടുത്തത് 3600. ഇത് ഒരു ഈവൻ നമ്പറാണ്. നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 1 8 0 0. Again 2 9 2s are 18. അപ്പോൾ 900 വരും. Again 2 450. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 2s are 4. 2 2s are 4. 5 - 4 is 1. ഇവിടെ 10 ആവും. 5. ഇനി നമുക്ക് പറ്റില്ല. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി അടുത്തത് 3 കൊണ്ട്. 7 3s are 21. 22 - 21 is 1. 15 ആയി. 5 3s are 15. ഇനി അടുത്തത് അഗെയിൻ 3 കൊണ്ട് ചെയ്യാം. 3 2s are 6. 7 - 6 is 1. 15 ആയി. 5 3s are 15. ഇനി നമുക്ക് 3 കൊണ്ട് പറ്റില്ല. അടുത്തത് 5 കൊണ്ട് ചെയ്യുന്നു. 5 5s are 25. 5 1. അടുത്തത് 3600നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് 2 × 2 × 2 × 2 × 3 × 3 × 5 × 5 എന്ന് കിട്ടി. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ 2 4 ടൈംസ് ഉണ്ട്. സോ 2 raised to the power 4. 3 2 ടൈംസ് ആണ്. 3 raised to the power 2. 5ഉം 2 ടൈംസ് ആണ്. അപ്പോൾ 5 raised to the power 2. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് വൺ 2 × 10 raised to 3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 10 raised to 3 എന്ന് വെച്ചാൽ എത്രയാണ്? 10 raised to 3 എന്ന് വെച്ചാൽ 1000 ആണ് കേട്ടോ. അതായത് നമ്മുടെ പവർ എത്രയാണോ അത്രയും 0 കാണും. അപ്പം 1 എഴുതിയിട്ട് പവർ ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ 3 0 കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? 10 × 10 × 10 അല്ലേ? 10 raised to 3 എന്ന് വെച്ചാൽ 10നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 × 10 100. 100 × 10 1000. എന്ത് കിട്ടി? 2000. ഫസ്റ്റ് വണ്ണിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 2000 ആണ്. ഇനി അടുത്തത് സെക്കൻഡ് വൺ 7 സ്ക്വയർ അല്ലെങ്കിൽ 7 raised to 2 × 2 raised to 3 എന്ന് വെച്ചാൽ എന്താ? 7 raised to 2 എന്ന് വെച്ചാൽ 7 × 7. 2 raised to 3 എന്ന് വെച്ചാൽ 2 × 2 × 2. 7 × 7 49. ഇതെന്ത് വരും? 2 × 2 4. 4 × 2 8. 49 × 8 ദാറ്റ് ഈസ് 392. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. 3 × 4 raised to 4.
എന്ത് വരും? 3 ഇൻറ്റു 4⁴ എന്ന് വെച്ചാൽ 4നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64, 64 ഇൻറ്റു 4 256. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 ഇൻറ്റു 4 16, 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 16 256. ഇനി 3 ഇൻറ്റു 256 എന്ത് വരും? 3 ഇൻറ്റു 256 is 768. അടുത്ത 4th ക്വസ്റ്റ്യൻ. -3 raised to the power 2 into -5 raised to the power 2. ഇതിനെ എങ്ങനെ എഴുതാം? -3 2 ടൈംസ് ഉണ്ട്, -5ഉം 2 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പവർ ഈവൻ നമ്പർ ആയതുകൊണ്ട് ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ -3 ഇൻറ്റു -3 ഈസ് 9, -5 ഇൻറ്റു -5 ഈസ് 25. അപ്പോൾ 9 ഇൻറ്റു 25 ഈസ് 225. അടുത്ത 5th വൺ. 3 raised to 2 ഇൻറ്റു 10 raised to 4. എങ്ങനെ വരും? 3 raised to 2 ഈസ് 3 ഇൻറ്റു 3. 10 raised to 4 എന്ന് വെച്ചാൽ എന്താ? 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇതെന്ത് വരും? 100, 1000, 10,000. അതായത് 1 എഴുതിയിട്ട് 4 zeros ഇസ് ഈക്വൽ ടു 90,000. അടുത്ത 6th ക്വസ്റ്റ്യൻ. -2 raised to 5 ഇൻറ്റു -10 raised to 6. ഇതെന്ന് വെച്ചാൽ എന്താ? -2 5 ടൈംസ് അല്ലേ? -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2. -2 5 ടൈംസ് എഴുതി. ഇനി അടുത്തത് -10 എത്ര ടൈംസ് എഴുതണം? 6 ടൈംസ് എഴുതണം അല്ലേ? അപ്പം -10 ഇൻറ്റു -10 ഇൻറ്റു -10 ഇൻറ്റു -10 ഇൻറ്റു -10 ഇൻറ്റു -10 ഇസ് ഈക്വൽ ടു ഇവിടെ പവർ ഓഡ് ടൈംസ് ആണ്. അപ്പം ആൻസർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. എന്ത് വരും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32. ആൻസർ ഈസ് -32. ഇവിടെ പവർ ഈസ് ഈവൻ, അതുകൊണ്ട് ആൻസർ ഈസ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ എന്ത് വരും? 10 ഇൻറ്റു 10 100, 1000, 10,000, lakh, 10 lakh. അപ്പോൾ ഇവിടെ 10 lakh. ആൻസർ എന്തായിരിക്കും? -32 എഴുതിയിട്ട് 3, 5, 6 zeros 1, 2, 3, 4, 5, 6 ഇതായിരിക്കും ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പവർ ഓഡ് എങ്കിൽ ആൻസർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. പവർ ഈവൻ ആണെങ്കിൽ ആൻസർ ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.